ഈ വീഡിയോ മസ്റ്റായിട്ട് നിങ്ങൾ ഫുള്ള് വാച്ച് ചെയ്യണം കേട്ടോ. വേറെ ഒന്നുമില്ല, എല്ലാ രക്ഷിതാക്കൾക്കും വേണ്ടിയിട്ടാണ്. നിങ്ങൾ മക്കൾ ആണായാലും പെണ്ണായാലും ആരും സേഫ് അല്ല ഇന്നത്തെ കാലത്ത്. കാരണം കൊറിയൻ സ്റ്റൈലിലാണ് നമ്മുടെ നാട്ടിലൊരു കേസ് വന്നിട്ടുള്ളത്. കുറ്റികളിലാണ് സംഭവം. എല്ലാവരും അറിഞ്ഞിട്ടുണ്ടാകും ഓൾമോസ്റ്റ്. ആൾ ഇപ്പോൾ ഒളിവിലാണ്. സോ ആൾ പിടിക്കാൻ പറ്റിയിട്ടില്ല. എനിക്കൊന്നേ പറയാനുള്ളൂ, കുറച്ച് പയ്യന്മാരെ മയക്കുമരുന്ന് കൊടുത്തിട്ട് കയ്യിലെടുത്തതിന് ശേഷം സ്വന്തം ഭാര്യയ്ക്ക് കിടക്കാൻ വേണ്ടി കൊടുക്കാം. ഓക്കെ, സ്വന്തം ഭാര്യയ്ക്ക് കിടക്കാൻ വേണ്ടി കൊടുത്ത്, പെണ്ണും ഇതിൽ അറിഞ്ഞിട്ട് തന്നെയാണോ ചെയ്യുന്നത്. സ്വന്തം ഭാര്യയ്ക്ക് കിടക്കാൻ കൊടുത്തിട്ട് അതിൻ്റെ വീഡിയോ എടുത്തിട്ട് ഭീഷണിപ്പെടുത്താം. എന്നിട്ട് മയക്കുമരുന്നിന് ഇരയാക്കി എടുക്കുക, അതായത് അഡിക്റ്റ് ആക്കി എടുക്കുക. അതിനുശേഷം ഈ ചെക്കന്മാർക്ക് ഉണ്ടാകുന്ന ഗേൾസ് സുഹൃത്തുക്കളുണ്ടാവും, അല്ലെങ്കിൽ കാമുകിമാരുണ്ടാവും. അവരെ ഇവർക്ക് ഇങ്ങനെ ഈ സെക്സ് പോലത്തെ ഐറ്റംസിന് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് വേണം എന്ന് അവകാശപ്പെടുക. അത് ഈ മയക്കുമരുന്ന് അഡിക്റ്റ് ആയി കഴിഞ്ഞാൽ എന്തായാലും കൊടുക്കും. അങ്ങനെ രാത്രിയിൽ ഇവന് വീട്ടിൽ നിന്ന് ഇറക്കിയിട്ട് ഇവൻ്റെ അടുത്തേക്ക് കൊണ്ടുവരിക. അതായത് ഈ പയ്യൻ്റെ മീഡിയ വണ്ണിൽ അതിൻ്റെ ഫോട്ടോ സഹിതം വന്നിട്ടുണ്ട്. സോ വാട്സപ്പ് ഗ്രൂപ്പിലൊക്കെ അത്യാവശ്യം ചർച്ച ചെയ്യുന്നൊരു കാര്യം തന്നെയാണ്. സോ ഇത്രയേ ഉള്ളൂ. രാത്രി സമയങ്ങളിൽ സ്വന്തം കാമുകിയെ അല്ലെങ്കിൽ സ്വന്തം പണിസുഹൃത്തിനൊക്കെ ഇവനക്ക് വേണ്ടിയിട്ട് ഈ ചെക്കന്മാരെ ഇറക്കി കൊടുക്കുക. ഈ മയക്കുമരുന്ന് വേണ്ടിയിട്ട് ഇറക്കി കൊടുത്തിട്ട് ഇവൻ്റെ വീട്ടിൽ കൊണ്ടുപോയിട്ട് പീഡിപ്പിക്കാം. ഈ പെൺകുട്ടികളെ പിന്നീട് ഭീഷണിപ്പെടുത്താം. ഇപ്പോൾ ഈ പെൺകുട്ടികൾക്ക് മയക്കുമരുന്ന് കാര്യങ്ങൾ കൊടുത്തിട്ട് ഈ വീഡിയോ ലീക്കാവും എന്ന് പറഞ്ഞിട്ട് അതിൻ്റെ പേരിൽ ഇവരെ ഭീഷണിപ്പെടുത്തിയിട്ട് വീണ്ടും ഇതൊരു ചെയിൻ ലൂപ്പ് പോലെ, അതായത് ഇതിങ്ങനെ സർക്കിളായിട്ട് നടക്കുക. ഈ വീഡിയോ പുറത്ത് വിടുന്ന ഭീഷണിപ്പെടുത്തിയിട്ട് അതുപോലെ തന്നെ അവർ മുഖേന വേറെ പെൺകുട്ടികളെ എടുക്കുക, മയക്കുമരുന്ന് കൊടുക്കുക. അങ്ങനെ അതുപോലെ ഒരു പയ്യനോട് അവൻ്റെ ഉമ്മാനെ വരെ ചോദിച്ചിട്ടുണ്ടെന്നാണ് പറഞ്ഞത്. സോ എനിക്ക് ഇത്രേ ഉള്ളൂ. സ്വന്തം രക്ഷിതാക്കളെ മിസ്റ്റേക്ക് മാത്രമേ ഞാൻ അതിന് പറയുള്ളൂ. അതായത് ആണായാലും പെണ്ണായാലും അയച്ച് വിടാതെ, അല്ലേ കുറച്ച് മോഡേൺ ആവാം, കുറച്ച് ഫ്രീഡം ഒക്കെ കൊടുക്കണം എന്ന് പറഞ്ഞിട്ട് ആ കുട്ടികളെ അയിഞ്ഞാടാൻ വേണ്ടി വിടുമ്പോൾ ഒന്നും മനസ്സിലാക്കുക. നിങ്ങൾ വിചാരിച്ചോടത്തൊന്നുമില്ല നിൽക്കുന്ന, നിങ്ങൾ വിചാരിച്ച കാലമില്ല അത്. അതൊന്നും മനസ്സിലാക്കുക. ആരും വിശ്വസിക്കാൻ പറ്റാത്ത കാലം, സ്വന്തം തള്ളേനും തന്തേനെ വരെ വിശ്വസിക്കാൻ പറ്റാത്ത കാലമാണ്. അറിയാലോ. ഇതൊക്കെ കേൾക്കുമ്പോഴും കാണുമ്പോഴും ഭയങ്കര എന്താ പറയുക, ചോരത്തളപ്പുണ്ട്, ഭയങ്കരമായിട്ട് വിഷമം തോന്നുന്നുണ്ട്. ആളെ കിട്ടിയിട്ടില്ല എന്നാണ് പറഞ്ഞത്. പൊന്നു മക്കളെ എല്ലാവരോടും എനിക്ക് പറയാനുള്ളത്, ഈ വീഡിയോ കാണാൻ ഓരോരുത്തരോടും എനിക്ക് പറയാനുള്ളത്, ആ ആളെ ഇതുവരെ കിട്ടിയിട്ടില്ല. അവൻ ഒളിവിലാണ്, ഫോൺ സ്വിച്ച് ഓഫ് ആണ്, ഫോൺ ഭാര്യനെ വീട്ടിലാക്കിയിട്ട് പോയിട്ടുണ്ടെന്നൊക്കെ കേട്ടത്. സോ അവൻ എവിടെ വെച്ച് കണ്ടാലും പോലീസിൽ ഏൽപ്പിക്കാതെ സുന വെട്ടിക്കാളല്ലേ തീരുമാനം എടുക്കുക. ഇത് കാണുന്ന ഓരോരുത്തർക്കും. കാരണം നിങ്ങളൊരാളെ കൊന്നിട്ടാണ് ജയിലിൽ പോകണമെന്നുണ്ടെങ്കിൽ അത് നിങ്ങൾ ചെയ്യുന്ന തെറ്റാണ്, അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും ചെയ്യുന്ന ക്രൈം ചെയ്തിട്ട് പോകുന്ന തെറ്റാണ്. ആരും നിങ്ങൾക്ക് സപ്പോർട്ട് ഉണ്ടാവില്ല. പക്ഷേ ഇതുപോലുള്ള പരനാറികളെ എന്തെങ്കിലും ചെയ്തിട്ടാണ് നിങ്ങൾ ജയിലിൽ പോകണമെന്നുണ്ടെങ്കിൽ ഈ നാട് മൊത്തം നിങ്ങൾ ചുറ്റിനുണ്ടാവും. സോ ഞാൻ പറയുന്നു, എൻ്റെ മുമ്പിൽ ഇവൻ വന്ന് പെട്ട് കഴിഞ്ഞാൽ വല്ലാഹി ഞാൻ പൊട്ടിക്കും, നല്ല പൊട്ടിക്കും. എനിക്ക് ഓരോരുത്തർ പറയത്തുള്ളൂ. കാരണം നമുക്ക് ഇപ്പോൾ ഇതിന് ചൂട് മനസ്സിലാവില്ല. എപ്പോഴാണെന്ന് അറിയോ, നമ്മളെ വീട്ടിലത്തെ ഒരു പെൺകുട്ടിക്ക് അല്ലെങ്കിൽ നമ്മളെ വീട്ടിലത്തെ ഒരു ആൺകുട്ടിക്കാണ് ഇത് സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അപ്പോൾ കടന്നിട്ട് തളച്ചിട്ട് കാര്യമില്ല. സോ എനിക്ക് ഇത്രേ പറയാനുള്ളൂ. ഇത് ഓരോരുത്തർക്കും മനസ്സിലാവേണ്ടി വിചാരിക്കുന്നു. രക്ഷിതാക്കളോട് എനിക്ക് പറയാനുള്ളൂ, നിങ്ങളെ മക്കളെ പെണ്ണായാലും ആണായാലും വളരെ സൂക്ഷിക്കാൻ നോക്കുക, നല്ല കെയർഫുൾ ആകാൻ നോക്കുക, നിങ്ങളെ കൺട്രോൾ തന്നെ വെക്കാൻ നോക്കുക. സോ മനസ്സിലാക്കുക. ഓക്കെ.